നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിലെ വലിയ പ്രതിസന്ധി അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കണ്ണൂരിലെ വമ്പൻ ട്വിസ്റ്റിന് പിന്നാലെ കോന്നിയിൽ സമ്മർദ്ദവുമായി അടൂർ പ്രകാശ് MP. കെ സുധാകരന് നൽകുന്ന ഇളവ് തനിക്കും വേണമെന്നാണ് അടൂർ പ്രകാശിന്റെ നിലപാട്. കോന്നിയിൽ മത്സരിക്കില്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അടൂർ പ്രകാശ് പിൻവലിച്ചു. അടൂർ പ്രകാശിന്റെ നിലപാടിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുകയും ചെയ്തു. ബൽറാം അടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, കേരളത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, മൂന്നാം ഘട്ടത്തിനായി മൂന്നാം അവസരത്തിനായി മത്സരിക്കുന്ന LDF അവർ ഇതിനോടകം സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ പൂർത്തിയാക്കി. ഇപ്പോൾ പ്രചാരണത്തിൽ വളരെ സജീവമാണ്. അവർ വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഏറ്റവും വിജയം ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥി പ്രചാരണത്തിലെത്താൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് രണ്ട് പേരുകളാണ്. അതിൽ കെ സുധാകരന്റെ പേര് എടുത്തു പറയേണ്ടതാണ്. ആ വിഷയങ്ങൾ നമ്മൾ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞു. പക്ഷേ അതേസമയം കോന്നിയിൽ പോലും അടൂർ പ്രകാശിത എന്താണ് കൃത്യമായ നിലപാടെന്ന് മാറ്റിയും പിന്നെയും മാറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? കെ സുധാകരന്റെ ഇളവ് കോന്നിയിൽ അടൂർ പ്രകാശിന് ലഭിക്കുമോ? പ്രജിൻ, കെ സുധാകരൻ നിലപാട് കടുപ്പിച്ചതോടെ ഹൈക്കമാൻഡ് അയഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ കെ സുധാകരനെ സമവായത്തിലെത്തിക്കാൻ ചില ശ്രമങ്ങൾ, നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരന് മാത്രം ഇളവ് നൽകാം എന്ന ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സീറ്റിന് വേണ്ടിയുള്ള സമ്മർദ്ദം വീണ്ടും ശക്തമാക്കാനുള്ള നീക്കങ്ങൾ അടൂർ പ്രകാശ് ആരംഭിച്ചിരിക്കുന്നത്. കെ സുധാകരൻ നേരത്തെ തുടക്കം മുതൽ തന്നെ സീറ്റിനായി പരസ്യമായി തന്നെയാണ് രംഗത്തെത്തിയത് എങ്കിൽ രഹസ്യമായുള്ള നീക്കങ്ങളായിരുന്നു അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായത്. അദ്ദേഹം ശിവഗിരി മഠത്തിന്റെ കത്ത് അടക്കമുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് വേണ്ടിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ കെ സുധാകരന് മാത്രം ഒരു ഇളവ്, അത് വേണ്ട, തനിക്ക് കൂടി അങ്ങനെയെങ്കിൽ ഇളവ് വേണം, തനിക്കും ആ സീറ്റിന് അർഹതയുണ്ട്, കോന്നി സീറ്റിന് എന്നുള്ളതാണ് അടൂർ പ്രകാശിന്റെ നിലപാട്. എന്നാൽ അത് നിലവിലെ സാഹചര്യത്തിൽ അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്തരത്തിൽ രണ്ടാമത് ഒരാളുടെ കൂടി കാര്യം പരിഗണിക്കുകയാണെങ്കിൽ പിന്നീട് നേരത്തെ സീറ്റിനായി രംഗത്തെത്തിയ MP-മാർ ഓരോരുത്തരായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അത് ഈ ഒരു പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കും എന്ന നിലപാടാണ് ഹൈക്കമാൻഡിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സമ്മർദ്ദ നീക്കവുമായി വരുന്ന ഒരു MP-യെയും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് നിലവിൽ ഹൈക്കമാൻഡ് ഉള്ളത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കോന്നിയിൽ വീണ്ടും അടൂർ പ്രകാശിന്റെ മനംമാറ്റം വന്നിട്ടുണ്ട്. അതിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.